നമ്മൾ ഇപ്പോൾ വിശ്വാസവും സംസ്കാരവും ചരിത്രവും ടൂറിസവും ഒത്തുചേർന്ന മനോഹരമായ സ്ഥലത്തേക്ക് എത്തുകയാണ്. ഈ ഒരു പ്രദേശം വിവിധ ടൂറിസം സ്പോട്ടുകൾ ഉൾക്കൊള്ളുന്നതാണ്. ആയതിനാൽ തന്നെ എല്ലായ്പ്പോഴും സഞ്ചാരികളുടെ നല്ല തിരക്ക് തന്നെയാണ്. തീർത്ഥാടനത്തിനും ടൂറിസത്തിനും ഒരുപോലെ പ്രശസ്തമായ ഒരിടം, അതോടൊപ്പം പ്രകൃതിയുടെ അതിമനോഹര കാഴ്ചകളും. അമ്പരചുംബികളായ മലനിരകളും അത്യഗാധമായ താഴ്വാരങ്ങളും പ്രാചീന ശിലായുഗ സ്മരണകളും ഉയർത്തുന്ന പാറക്കൂട്ടങ്ങളും പലപ്പോഴും നട്ടുച്ചയ്ക്ക് പോലും വിട പറയാൻ മടിക്കുന്ന കോടമഞ്ഞും നിമിഷങ്ങൾക്കകം ചിത്രങ്ങൾ വരച്ച് മിന്നിമായുന്ന നീലാകാശവും ശീതക്കാറ്റിൻ്റെ തലോടലുമൊക്കെ ഇവിടെ എത്തുന്നവർക്ക് വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. തങ്ങൾപ്പാറ മഹാം കോലാഹലമേട്. ധാരാളം വിശ്വാസികൾക്കൊപ്പം സഞ്ചാരികളും ഇവിടെ എത്തുന്നു. തങ്ങൾപ്പാറ എന്ന് പറയുന്നത് പാറകളാൽ നിറഞ്ഞ ഒരു പ്രദേശം തന്നെയാണ്. ഒരു കാര്യം എടുത്തു പറയട്ടെ, മഴക്കാലത്ത് തങ്ങൾപ്പാറയുമായി ബന്ധപ്പെട്ടുള്ള യാത്ര അത്ര സുഖകരമല്ല. കാരണം പാറയിൽ വഴുക്കലുണ്ടാകും, നമ്മൾ സ്ലിപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. ചെങ്കുത്തായ പാറയിലൂടെയാണ് യാത്ര. സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിലേക്കാണ് യാത്ര. വേനൽക്കാലമാണ് ഈ പാറ കയറ്റത്തിന് അനുയോജ്യം. നല്ല കാറ്റുള്ളതുകൊണ്ട് ചൂട് അത്രയ്ക്ക് ഫീൽ ചെയ്യുന്നില്ല. നല്ല വിശാലമായ ചെങ്കുത്തായ കയറ്റവും താഴെ നിന്ന് നോക്കിയാൽ മാനം തൊടാമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു വ്യൂവും എല്ലാം ചേർന്ന് നല്ലൊരു ആംബിയൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. തങ്ങൾപ്പാറ വാഗമണ്ണിലെ 3 മലകളുടെ കൂട്ടത്തിലെ ഒന്നാണ്. മതസൗഹാർദ്ദം എടുത്തുകാട്ടാവുന്ന മുരുകൻ മലയുടെയും കുരിശുമലയുടെയും സംഗമമാണ് തങ്ങൾപ്പാറ. ഇടുക്കി, കോട്ടയം ജില്ലകളുടെ ബോർഡറിൽ സ്ഥിതി ചെയ്യുന്നതും എന്നാൽ ഇടുക്കി ജില്ലയിലുമുള്ള മലകളാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് വാഗമൺ. വാഗമണ്ണിൻ്റെ പ്രകൃതി സൗന്ദര്യം വളരെ പ്രശസ്തമാണ്. ലോക സഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയിൽ നാഷണൽ ജിയോഗ്രഫി ട്രാവലർ ഉൾപ്പെടുത്തിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് വാഗമൺ. പ്രകൃതിയുടെ തനിമ നിലനിർത്തി നാഗരികത പ്രോത്സാഹിപ്പിക്കാതെ ആവശ്യ സൗകര്യങ്ങൾ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഒരുപാട് പാറക്കൂട്ടങ്ങളും അതിവ്യത്യസ്ത ഉയരത്തിൽ നിന്നുള്ള കാഴ്ചകളും സമ്മാനിക്കുന്ന ഇടമാണ് തങ്ങൾപ്പാറ. ഈ ഹിൽ സ്റ്റേഷൻ പ്രകൃതി സൗന്ദര്യവും സമാധാനപരവുമായ അന്തരീക്ഷത്താൽ പ്രശസ്തവുമാണ്. മുസ്ലിം പണ്ഡിതനായ ഷെയ്ഖ് ഫരീദുദ്ദീൻ എന്ന വിശുദ്ധൻ്റെ സ്മരണാർത്ഥമാണ് ഈ തങ്ങൾപ്പാറ പ്രസിദ്ധമായത്. അദ്ദേഹം 13-ാം നൂറ്റാണ്ടിൽ ഇവിടെ വന്ന് താമസിച്ചു എന്നുള്ളതാണ് വിശ്വാസം. ഈ തങ്ങൾപ്പാറ ഇപ്പോൾ മുസ്ലിം തീർത്ഥാടകരുടെ മാത്രമല്ല എല്ലാ മതസ്ഥരുടെയും സന്ദർശന കേന്ദ്രവും കൂടിയാണ്. ഇവിടെ നിന്നാൽ ചുറ്റുമുള്ള മലനിരകളുടെയും താഴ്വരകളുടെയും മനോഹര കാഴ്ചകൾ ആസ്വദിക്കാം. ഇവിടെ നിന്ന് സൂര്യ ഉദയവും അസ്തമയവും കാണുന്നത് പ്രത്യേക അനുഭവം തന്നെയാണ്. ബോൾ പോലെ ഉരുണ്ട പാറയെക്കുറിച്ച് ഒരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. വർഷങ്ങളായി ഈ പാറ വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയപ്പെടുന്നു. ഇപ്രകാരം ഇതിൻ്റെ ചരിത്രവും വിശ്വാസങ്ങളും സന്ദർശകർക്കും അതോടൊപ്പം തീർത്ഥാടകർക്കും ആകർഷകമാണ്. ഇടുക്കി ജില്ലയിലെ കോലാഹലമേട്ടിലെ വാഗമൺ പട്ടണത്തിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന സ്ഥലവും വിനോദസഞ്ചാര പ്രാധാന്യമുള്ള സ്ഥലവുമാണ് തങ്ങൾപ്പാറ. ഇത് പ്രധാനമായും ഒരു മുസ്ലിം തീർത്ഥാടന കേന്ദ്രമാണ്. ഐതിഹ്യമനുസരിച്ച് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഒരു സൂഫി സന്യാസിയായ ഹുസ്രത്ത് ഷെയ്ഖ് ഫരീദുദ്ദീൻ ബാവ ഏകദേശം 800 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെത്തി എന്നാണ് പറയപ്പെടുന്നത്. ഈ പാറ അദ്ദേഹത്തിൻ്റെ ദർഹ അല്ലെങ്കിൽ അന്ത്യവിശ്രമ സ്ഥലമാണെന്ന് കരുതപ്പെടുന്നു. 2500 അടി ഉയരത്തിലാണ് ഈ അതുല്യമായ ശിലാരൂപം സ്ഥിതി ചെയ്യുന്നത്. ഒരു കാലത്ത് ചെറുതായിരുന്ന ഈ പാറയിലാണ് തൻ്റെ പാൻ അല്ലെങ്കിൽ വെറ്റില പൊടിച്ചിരുന്നത് എന്നാണ് വിശ്വാസം. പിന്നീട് ഈ പാറ വളരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ വേനൽക്കാലത്ത് പോലും പറ്റാത്ത ജലസ്രോതസ് ഉണ്ട്. ഇവിടെ എത്തിയാൽ തീർത്ഥാടകർക്ക് ഒരു ചെറിയ പ്രാർത്ഥനാ കേന്ദ്രവും ഒരുക്കിയിട്ടുണ്ട്. എല്ലാ വിഭാഗം മതവിശ്വാസികൾക്കും ഈ പ്രാർത്ഥനാ കേന്ദ്രത്തിൽ എൻട്രൻസ് അനുവദനീയവുമാണ്. ഏകദേശം 800 വർഷങ്ങൾക്ക് മുമ്പ് അഫ്ഗാനിസ്ഥാനിലെ ഖുറാസാഗറിലാണ് ഷെയ്ഖ് ഫരീദുദ്ദീൻ ജനിച്ചത്. 7-ാം വയസ്സിൽ തന്നെ വിശുദ്ധ ഖുർആൻ മനഃപാഠമാക്കിയ അദ്ദേഹത്തിന് ചില അമാനുഷ്യ സിദ്ധികളുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്.
നിത്യനമസ്കാരത്തിന് ശേഷം മധുരം വായുവിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് മറ്റുള്ളവർക്ക് വിതരണം ചെയ്തിരുന്നുവത്രേ. ഇതിനാൽ മധുരത്തിൻ്റെ ഖജനാവ് എന്ന പാർസി ഭാഷയിൽ അർത്ഥം വരുന്ന ഗഞ്ജുഷ്കർ എന്നാണ് ഷൈഖിനെ അക്കാലത്ത് അറിയപ്പെട്ടിരുന്നത് എന്നും വിശ്വാസം പറയുന്നു. സത്യത്തിനും നീതിക്കും മതമൈത്രിക്കും വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച ഷൈഖ് യുവത്വത്തിലേക്ക് കടന്നതോടെ ജന്മനാടിനോട് വിട പറഞ്ഞു. പിന്നീട് അനേകം രാജ്യങ്ങളിൽ മുസ്ലിം മതപ്രചാരകനായി അലഞ്ഞ അദ്ദേഹം ഒടുവിൽ എത്തിച്ചേർന്നത് ഈ കോലാഹലമേട്ടിലാണ്. ഇവിടെ മരണം വരെ അദ്ദേഹം പ്രാർത്ഥനാനിരതനായി കഴിഞ്ഞുവെന്നാണ് വിശ്വാസം.